കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകളുയ. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം എന്ന് വായിക്കാം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. ഹല്ലേലൂയ. അതുപോലെ 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം 24 മുതലുള്ള വാക്യം വായിക്കാം. മതി. മതി മതി. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. ഈ 2 തിമോഥെയോസിന് എഴുതുന്നൊരു ലേഖനം ഒരു വലിയ പാഠ്യ വിഷയം തന്നെയാണ്. അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് ഇവിടെ എടുത്തു വായിച്ചത്. അത് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ തൻ്റെ ധർമ്മശിഷ്യനായ തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുക. ഹല്ലേലൂയ. ലക്ഷ്യമെന്താണ്? വാടാത്ത കിരീടമാണ് നമ്മുടെ ലക്ഷ്യം, വാടുന്ന കിരീടമല്ല. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് ആ കിരീടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടമാണ്. ഹല്ലേലൂയ. ആ വാടാത്ത കിരീടം പ്രാപിക്കണമെന്ന് വരികിൽ ചട്ടപ്രകാരം മുമ്പോട്ട് പോകണം. ഡ്രൈവ് ചെയ്യുന്ന മോട്ടോർ വേയിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർ, അവന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ആ എല്ലാ ഡ്രൈവിംഗ് നിയമങ്ങളും അനുസരിച്ച് മാത്രമേ അതിലെ കൂടെ ഓടിക്കാൻ ഒക്കുള്ളൂ. ചുമ്മാതെ ഓടിക്കാൻ ഒക്കൂ. ഓടിച്ചാൽ എന്ത് പറ്റും? ഒരു നിമിഷം കൊണ്ട് അപകടം ഉണ്ടാവും. ആ ട്രാക്കിൽ കൂടെ തന്നെ പോകുമ്പോൾ, ഞാനൊരു ഡ്രൈവർ ആകുന്നതുകൊണ്ട് എനിക്കറിയാം, വളരെ സൂക്ഷിച്ച് മാത്രമേ അതിൻ്റെ അടുത്ത ട്രാക്കിലോട്ട് നമുക്ക് കയറുവാനൊക്കത്തുള്ളൂ. ആ സൈഡിലത്തെ മിറർ നോക്കണം, 2 സൈഡിലത്തെ മിറർ നോക്കണം, സ്പീഡിൻ്റെ കാര്യം നോക്കണം. ഇതെല്ലാം നോക്കിയതിന് ശേഷം സിഗ്നൽ ഇട്ട് മാത്രമേ അങ്ങോട്ട് കയറാൻ ഒക്കൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ട്രാക്കിൽ കൂടെ ഓടുന്ന വണ്ടി നമ്മുടെ മുകളിലോട്ട് പാഞ്ഞു കയറും. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീരും. കാരണം 1ഉം 2ഉം കിലോമീറ്റർ സ്പീഡിലല്ല, 100-ന് മുകളിലും ഒക്കെ സ്പീഡിലായിരിക്കും ഓരോ വണ്ടികളും വരുന്നത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഉള്ള ഒരു സിമ്പലാണ് ഇവിടെ പറഞ്ഞത്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ
നമ്മൾ ട്രാക്ക് വിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലമില്ല. ഈ ട്രാക്ക് എന്ന് പറയുന്നതാണ് ഈ വചനം. ആ ട്രാക്കിൽ കൂടെ നമ്മൾ ഓടുമ്പോൾ ഈ ചട്ടപ്രകാരം ഈ വചനമനുസരിച്ച് മുമ്പോട്ട് പോയില്ല എന്ന് വരികിൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ, അല്ലെങ്കിൽ ചട്ടപ്രകാരം പോരാടിയില്ലെന്ന് വരികിൽ കിരീടമില്ല, പ്രതിഫലമൊന്നുമില്ല. ആ കിരീടം എന്ന് പറയുന്നത് പ്രതിഫലത്തിനെ കുറിച്ചാണ്. അതില്ല. ദൈവവചനം അനുസരിക്കാതെ പുസ്തകം കണ്ടെത്തി വെച്ചോട് പോയിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. ഈ വചനമനുസരിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നതിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിശോധനകളെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പ്രതിപാദിച്ചു. ഹല്ലേലൂയ. നമ്മൾ ചട്ടപ്രകാരം ഓടുക എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ വളരെ കഷ്ടത അനുഭവിച്ച് മാത്രമേ മുമ്പോട്ട് പോകാനൊക്കൂ. കാരണം ലോകം നമുക്കെതിരാണ്. നമ്മളെ മനസ്സാ വാച കർമ്മണ അറിയാത്തൊരു കാര്യം നമ്മളെക്കുറിച്ച്, നമ്മുടെ കൂടെ നടക്കുന്ന നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മളെക്കുറിച്ച് മറ്റുള്ളവനോട് പറഞ്ഞു. നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യം നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു. ആ വ്യക്തി നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഇന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ എന്നോടൊരു കാര്യം പറഞ്ഞു, ശരിയാണ്. ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഉയ്യോ, അവൾ അങ്ങനെ പറഞ്ഞു. അവളെക്കുറിച്ച് നിനക്കറിയാവോ? അവളെ പോലെ പിന്നെ നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ് പാപം ചെയ്യാൻ. ഇല്ലാത്തതും ഉള്ളതും എല്ലാം നമ്മൾ. അപ്പം ആ സ്ത്രീ വിചാരിക്കുന്നത് എന്താ? ഇപ്പോൾ 100% തെറ്റുകാരി. ഇപ്പോൾ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്ത്രീ ചിന്തിക്കുക എന്താ, നമ്മുടെ വായിലെ വാക്കുകളെല്ലാം അവൾ പറഞ്ഞത് കൂടുതൽ തെറ്റുകളാണ് നമ്മൾ പറയുന്നത്. അവൾ പറഞ്ഞത് കൂടുതൽ നുണകളാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന അവളെക്കുറിച്ച്. ചട്ടപ്രകാരമല്ലാത്ത പോരാട്ടമാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നതെങ്കിൽ കിരീടമില്ല. ഓടിയ ഓട്ടമെല്ലാം തീർന്നു. ഇത്രയും നാളും ഓടിയിട്ട് പടിക്കൽ കൊണ്ട് കല ഉടയ്ക്കുന്ന രീതിയിലാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. ഹല്ലേലൂയ. മല്ല് കെട്ടി നീ ഓടിയാലും വിശ്വാസത്തിന് വേണ്ടി ചട്ടപ്രകാരമല്ലെന്ന് വരികില് നിനക്കൊന്നുമില്ല, കിരീടവും ഇല്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്നെ അവിടെ സ്വീകരിക്കത്തില്ല എന്നാണെങ്കിൽ അവിടെ ചെല്ലണം. അവിടെ സ്വീകരിക്കണമെന്ന് വരികില് ഈ ലോക ജീവിതത്തില് കഷ്ടതയാണെങ്കിലും നഷ്ടമാണെങ്കിലും, ഹല്ലേലൂയ, ഇയ്യോബിനെ പോലെ 10 പിള്ളേരുടെ ശവശരീരം മുമ്പിൽ കണ്ടാലും, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നറിയാവോ? ഈ ലോക ജീവിതത്തില് എന്തെല്ലാം കഷ്ടതയാണെന്ന് പറഞ്ഞാലും അത് നൊടി നേരത്തേക്കേ ഉള്ളൂ, അത് തീർന്നു പോകും. ആമേൻ. പിന്നെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞ് കർത്താവിനോട് കൂടെയാണ്. അതിനൊരു പരിധിയില്ല, അതിന് അവസാനമില്ല. ഹല്ലേലൂയ. സർവത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ കൂടെ ഉള്ള വാസം, ആ കിരീടം, ഹല്ലേലൂയ, അത് വാടാത്ത കിരീടമാണ്. അത് പ്രാപിക്കണമെന്ന് വരും ചട്ടപ്രകാരം തന്നെ പോരാടിയെങ്കിലേ ഒക്കുള്ളൂ. വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സഭായോഗത്തിന് പോരുന്നതിന് മുമ്പ്
ഒരു വീഡിയോ ക്ലിപ്പ് ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഇങ്ങനെ കേൾക്കുവാനിടയായി. ഒരു കല്യാണ പെണ്ണിൻ്റെ ഒരുക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പോഴത്തെ ഒരുക്കവും കാര്യങ്ങളും എല്ലാം കുറിച്ച് പുള്ളി വളരെ വിശദമായിട്ട് എല്ലാം വിശദീകരിച്ചു. അതിലെ തലയിലെ തുണി ഇടുന്നത് ഈ തലയുടെ പുറകിൽ ഇങ്ങനെ സ്ലൈഡ് കുത്തിയിട്ട് മുമ്പിൽ ഒന്നുമില്ല. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവസന്നിധി വന്നാൽ അവർക്ക് അപമാനകരമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണ്. സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീകളെ കുറിച്ച് കർത്താവിന് ഒരുപാട് പ്ലാനുകളുണ്ട്. സ്ത്രീകളെ കുറിച്ചുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ദീപമാണ് സ്ത്രീ. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് അവർക്കുള്ളത്. ഒരു കുടുംബത്തെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷൻ ആ കാര്യത്തിൽ കൈകടത്താൻ ഒക്കത്തില്ല. അടുക്കള മുഴുവൻ അവളാ പറഞ്ഞു. അവിടെ നിന്നല്ല എന്തെങ്കിലും ആഹാരം കിട്ടിയെങ്കിലല്ലേ ജീവിക്കാനൊക്കെ. മക്കള് പ്രസവിച്ചത് മുതൽ അതിനെ വളർത്തുന്നത് വരെ മുഖ്യ പങ്ക് സ്ത്രീകൾക്കാണ്. പക്ഷേ ഈ മാനങ്ങളെല്ലാം സ്ത്രീകൾക്ക് കൊടുക്കുമ്പോഴും വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുരുഷനെ അംഗീകരിച്ച് പുരുഷനെ അനുസരിച്ച് മുമ്പോട്ട് പോകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുരുഷന് അതുപോലെ തന്നെ തിരിച്ചും അവളെ സ്നേഹിക്കണം. അവൾക്ക് വേണ്ടിയ എല്ലാ മാന്യതയും അവൾക്ക് നൽകണം. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ദൈവം പറയുന്ന ട്രാക്ക്. ചട്ടപ്രകാരം. ഈ ചട്ടപ്രകാരമല്ലാതെ നീ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് 40 അല്ല 50 വർഷം ഓടിയാലും നീ കിരീടം പ്രാപിക്കില്ലെന്ന് തന്നെയാണ് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരു ഡ്രസ്സ് പോലും ധരിക്കാൻ പാടില്ല. അതെങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്നുള്ളതെല്ലാം സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെല്ലാമോ ആണ് മനുഷ്യരുടെ ചിന്താഗതികൾ മുഴുവൻ. ഞാൻ ഇന്നാരെന്ന് എടുത്ത് പറയുന്നില്ല. എന്തോ പബ്ലിസിറ്റിയോ എന്തൊക്കെയോ ആണ് അവരുടെ മാനദണ്ഡങ്ങൾ. ദൈവസന്നിധിയിൽ ഒരു പബ്ലിസിറ്റി ഇല്ല കേട്ടോ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവമാണ് അവൾ എങ്ങനെയായി തീരണം, അവൻ എങ്ങനെയായി തീരണം എന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നുകൂടെ വായിക്കാം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. ഈ മല്ല് കെട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണെന്നറിയോ? 21 ദിവസം 41 ദിവസമൊക്കെ ഉപവാസം ഇരുന്ന പ്രാർത്ഥന. അതിന് ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ? ചട്ടപ്രകാരം അല്ലെന്ന് ഒരു പട്ടിണി ഇരിക്കുകയാണ് ഞാൻ പറയുന്നത്. നീ എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഈ ട്രാക്കിൽ കൂടെ, ദൈവവചനം എന്ന ട്രാക്കിൽ കൂടെ നിന്റെ ജീവിതം പോയില്ല എന്ന് വരികിൽ ഇവിടെ പറയുന്നത് കിരീടമില്ല. ഓടിയത് മുഴുവൻ വ്യർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം.
വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങളെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് അനുകൂലമാണെന്ന് വരികയില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ചട്ടപ്രകാരം ഉള്ള ട്രാക്ക്. ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? Where is your track today? We have to observe and analyze it. Otherwise, your Christian life never ever earn anything. You don't have any reward in heaven. ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനം തളർന്നിടുമ്പോൾ, കണ്ണുകൾ നിറഞ്ഞിടുമ്പോൾ, എൻ മനം തളർന്നിടുമ്പോൾ, കണ്ണുകൾ നിറഞ്ഞിടുമ്പോൾ, താങ്ങി നടത്തിടും മാറോടണച്ചിടും നാഥന്റെ സ്നേഹമെന്നു